ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള നല്ല ടെൻഡർ ആയിട്ടുള്ള ഒരു ബീഫ് ഗ്രില്ല് ചെയ്തതിൻ്റെ റെസിപ്പിയാണ്. നല്ല സ്പൈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിരിക്കും ഇത്. സോ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ ആദ്യം ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മസാലാസും കൂടെ റെഡിയാക്കുന്നത്. ഇതിലോട്ട് ഒരു ടീസ്പൂൺ മല്ലി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മീറ്റ് നല്ല ടെൻഡർ ആവാനും സോഫ്റ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ, അര ടീസ്പൂൺ ചെറിയ ജീരകം, അര ടീസ്പൂൺ വലിയ ജീരകം, ഇത്രയാണ് നമുക്ക് വേണ്ട ഡ്രൈ മസാല. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 400 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ചെറിയ, അപ്പോൾ നമ്മൾ വീൽ എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു ടൈപ്പ് ഇറച്ചിയാണ് യൂസ് ചെയ്തേക്കുന്നത്. തീരെ എല്ലില്ലാത്ത കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മളിനി പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഡ്രൈ മസാല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡ്രൈ മസാല ചേർക്കാം. അതിന് ശേഷം നമുക്ക് ഈ സെയിം മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വെറ്റായിട്ടുള്ള മസാല ചേർക്കാം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കാന്താരിയോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പഞ്ച് കൊറിയാൻഡർ ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി റെഡ് ചില്ലിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലി, കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ മല്ലി ചേർത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു ഫസ്റ്റ് മാരിനേഷന് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്ത് നമുക്ക് ഈ ബീഫിനെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ആ മസാലാസൊക്കെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിലും ഉപ്പും എല്ലാം നമ്മുടെ കൂടെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ആവണം. ഇതിവിടെ നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് ഞാനൊരു 5 മുതൽ 6 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബീഫ് എടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിന് ഒരു സെക്കൻഡ് മാരിനേഷൻ പോലെ കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ടിയുള്ള തൈരാണ് യൂസ് ചെയ്തേക്കുന്നത്. ലൂസുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അരിപ്പയിൽ വെച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ മാറ്റി വയ്ക്കാം. നമ്മൾ തൈര് നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തൈര് ലാസ്റ്റ് മാത്രം ചേർക്കുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ, ഏത് ഓയിലും യൂസ് ചെയ്യാം. ഞാനിവിടെ കോൺ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിനെ സ്ക്വയേഴ്സിൽ കുത്തിയിട്ടാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ വുഡൻ സ്ക്വയേഴ്സ് ഒരു അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബീഫിൻ്റെ പീസ് ഓരോന്നായിട്ട് നമുക്ക് കോർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു സ്ക്വയറിൻ്റെ മുകളിൽ 4-5 പീസസ് നമുക്ക് കോർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ട് കോർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു സ്ക്വയർ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആ മസാല, നമ്മൾ സ്ക്വയറിലേക്ക് കോർക്കുന്ന സമയത്ത് മസാലയൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും, അത് കുറച്ചൊന്ന് മസാല തേച്ച് കൊടുക്കാം. ഇതായിപ്പോൾ നമ്മുടെ ഒരു സ്ക്വയർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ സ്ക്വയേഴ്സും നമുക്ക് റെഡിയാക്കി വെക്കാം. ഇതുപോലെ നമ്മൾ സ്ക്വയറിൽ തന്നെ ചെയ്യണമെന്നില്ല, നമ്മൾ ഗ്രില്ലിൽ വെച്ചിട്ട് ഡയറക്റ്റ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ സ്ക്വയേഴ്സും റെഡിയായി. ഇനി ഞാനിതെല്ലാം കൂടെ ഒരു ഒരു ഗ്രില്ലായിട്ടിലേക്ക് മാറ്റുകയാണ്. അതിന് ശേഷമാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതുപോലെ ഒരു നെറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള നെറ്റിലോട്ട് ഡയറക്റ്റ് ബീഫിൻ്റെ പീസസ് വെച്ചിട്ടും ഗ്രിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ബാക്കിയുള്ള കുറച്ച് പീസസ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോർമലി അതുപോലെ അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഞാൻ എല്ലാം കൂടെ ഗ്രില്ലിൻ്റെ മുകളിലോട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഗ്രില്ല് അടച്ച് വെച്ച് നമ്മളിതിനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്നിവിടെ ചാർക്കോളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ചാർക്കോളെല്ലാം കത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇത് ഞാൻ ചാർക്കോളൊക്കെ കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അത് നല്ല ചൂട് വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ മുകളിൽ നമ്മുടെ ആ ഗ്രില്ല് വെച്ചു. ഇതൊരു 6-7 മിനിറ്റ് ഒരു സൈഡിൽ കുക്ക് ചെയ്യാം. അതിനുശേഷം അതിനെ മറിച്ച് വെച്ച് നെക്സ്റ്റ് സൈഡും സെയിം ടൈം കുക്ക് ചെയ്യാം. ഇങ്ങനെ ഏകദേശം 1 മണിക്കൂർ ആകുമ്പോഴേക്കുമാണ് നമ്മുടെ ഈ ഒരു ബീഫ് വെന്ത് വരിക. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സൈസിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു ബീഫിൻ്റെ പ്രായത്തിൻ്റെയും ഒക്കെ പോലെ നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു കുക്കിംഗ് ടൈമിൽ വേരിയേഷൻ ഉണ്ടാവുക. സോ നമ്മൾ നോക്കിയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എത്രമാത്രം നല്ല ജ്യൂസിയാണ്, അല്ലെങ്കിൽ മാത്രം ടെൻഡറായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.